നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കാവനാട് ശുദ്ധജല പദ്ധതിയുടെ പ്രവർത്തനം സ്തംഭിച്ചു. കൊടകര മറ്റത്തൂർ പഞ്ചായത്തുകളിലെ ജനങ്ങൾ ദുരിതത്തിൽ. ചിമ്മിനി ഡാം താഴ്ഭാഗത്ത് തകർന്ന സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കാത്തത് അപകട ഭീഷണിയാകുന്നതായി പരാതി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വരന്തരപ്പള്ളി യൂണിറ്റ് സമ്മേളനം നടത്തി. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ജനുവരി 30 മുതൽ ഫെബ്രുവരി 2 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കൊടകര മറ്റത്തൂർ പഞ്ചായത്തുകളിലെ ആയിരങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന കാവനാട് ശുദ്ധജല പദ്ധതിയുടെ പ്രവർത്തനം സ്തംഭിച്ചു. കുറുമാലിപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതാണ് ആറ്റപ്പള്ളിയിലുള്ള കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് നിലയ്ക്കാൻ കാരണമായത്. പമ്പിംഗ് നിലച്ചതോടെ കുടിവെള്ളം കിട്ടാതെ നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിലാണ്. വേനൽ രൂക്ഷമായതിനെ തുടർന്ന് കിണറുകളിൽ ജലനിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുന്നതിനിടെ പൈപ്പ് വഴിയുള്ള ജലവിതരണം തടസ്സപ്പെട്ടത് ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. പല കുടുംബങ്ങളും ലോറിയിൽ വെള്ളം കൊണ്ടുവന്നാണ് ഉപയോഗിക്കുന്നത്. വേനൽക്കാലത്ത് കുറുമാലിപ്പുഴയിൽ നിർമ്മിക്കാറുള്ള താൽക്കാലിക തടയണകളുടെ നിർമ്മാണം പൂർത്തിയാകാത്തതാണ് പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു പോകാൻ കാരണമായത്. ചിമ്മിനി ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിട്ടാലേ പ്രതിസന്ധി പരിഹരിക്കപ്പെടുകയുള്ളൂ. വിവിധയിടങ്ങളിൽ ചിറകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം അടുത്ത മാസം 2-ന് ചിമ്മിനി ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിടാനാകൂ എന്നാണ് ജലസേചന വകുപ്പ് അധികൃതരുടെ നിലപാട്. ആറ്റപ്പള്ളിയുടെ താഴ്ഭാഗത്തുള്ള കുണ്ടുകടവിൽ നേരത്തെ വേനൽക്കാലത്ത് താൽക്കാലിക മൺചിറ നിർമ്മിക്കാറുണ്ട്. എന്നാൽ കുണ്ടുകടവിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം നടക്കുന്നതിനാൽ ഇവിടെ ഇപ്പോൾ തടയണ നിർമ്മാണം നടന്നിട്ടില്ല. ആറ്റപ്പള്ളി പമ്പ് ഹൗസിന് സമീപം പുഴയിൽ നിർമ്മിച്ചിട്ടുള്ള കിണറിൽ വെള്ളമില്ലാത്തതിനാലാണ് ഇവിടെ കഴിഞ്ഞ 3 ദിവസത്തോളമായി പമ്പിംഗ് പൂർണ്ണമായി നിലച്ചത്. പുഴയിൽ മണൽച്ചാക്കുകളിട്ട് ഇവിടെ വെള്ളം തടഞ്ഞു നിർത്തി കിണറിൽ ജലനിരപ്പ് ഉയർത്താനുള്ള തീരുമാനത്തിലാണ് അധികൃതർ. ആറ്റപ്പള്ളിയിലെ പമ്പിംഗ് പ്രതിസന്ധിയെ തുടർന്ന് കൊടകര പഞ്ചായത്തിൽ അനുഭവപ്പെടുന്ന കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി പറഞ്ഞു. കൊടകര ടൗണിൽ ഇന്നു മുതൽ വെള്ളത്തിന്റെ ക്ഷാമം അനുഭവപ്പെട്ടേക്കാണ്. അതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളടക്കം ആറ്റപ്പള്ളി കടവ് സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ ചിമ്മിനി ഡാം വാസൂരത്ത് തടയണ പണി നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വെള്ളമടിക്കുമ്പോൾ അത് കിണറ്റിൽ വെള്ളമില്ലാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലേക്കും ഇതുമായി ബന്ധപ്പെട്ട കുടിവെള്ളം ഇവിടുന്ന് പോകുന്നുണ്ട്. 2 ഗ്രാമപഞ്ചായത്തുകളും ചേർന്ന് അടിയന്തരമായി താൽക്കാലികമായുള്ള ഒരു തടയണ കെട്ടി വെള്ളം ശേഖരിച്ചുകൊണ്ട് അത് കിണലിലേക്കാക്കി. മറ്റത്തൂർ പഞ്ചായത്തുമായി സഹകരിച്ച് മണൽച്ചാക്ക് ഉപയോഗിച്ച് താൽക്കാലിക തടയണ നിർമ്മിച്ച് ജലനിരപ്പ് ഉയർത്തി പമ്പിങ്ങിനാവശ്യമായ വെള്ളം കിണറിൽ ഉറപ്പാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കുറുമാലി പുഴയോരത്തുള്ള ആറ്റപ്പള്ളി പമ്പ് ഹൗസും കിണറും പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ സന്ദർശിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിനയൻ തോട്ടാപ്പള്ളി, മിനി ദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ ആശാ രാമദാസ്, വിദ്യാ സുനിൽകുമാർ, ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ചിമ്മിനി ഡാം താഴ്ഭാഗത്ത് തകർന്ന സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കാത്തത് അപകട ഭീഷണിയാകുന്നതായി പരാതി. ചിമ്മിനി ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിട്ട സമയങ്ങളിൽ ഡാമിന്റെ താഴ്ഭാഗത്ത് വെള്ളം ശക്തമായി ഒഴുകുന്ന ഭാഗത്ത് പാലത്തിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയാണ് തകർന്നത്. മഴക്കാലങ്ങളിൽ നിരവധി വിനോദസഞ്ചാരികൾ ഇവിടെ നിന്ന് വെള്ളം ഒഴുകുന്നത് കാണാനായി നിൽക്കാറുണ്ട്. എന്നാൽ പാലത്തിന്റെ സൈഡിലുള്ള കൈവരികളും സംരക്ഷണ ഭിത്തിയും തകർന്നതോടെ അപകട ഭീഷണി സൃഷ്ടിക്കുകയാണ്. ചിമ്മിനി ഡാമിന്റെ താഴ്ഭാഗത്ത് പാലത്തിനോട് ചേർന്ന തകർന്ന കൈവരികളുടെ സ്ഥലത്ത് അടിയന്തരമായി സംരക്ഷണ ഭിത്തി നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മെഡിസപ്പ് പദ്ധതി കാര്യക്ഷമമാക്കുന്നതിന് എല്ലാ ആശുപത്രികളിലും രോഗികളുടെ അവകാശങ്ങൾ, ചികിത്സാ നിരക്ക് എന്നിവ ചട്ടപ്രകാരം പ്രദർശിപ്പിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വരന്തരപ്പള്ളി യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ടി രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. KSSBU സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ, MG തോമസ്, TP ജോർജ്,
ടി ബാലകൃഷ്ണ മേനോൻ, കെ വി രാമകൃഷ്ണൻ, കെ സദാനന്ദൻ, IR ബാലകൃഷ്ണൻ, കെ സുകുമാരൻ, കെ നന്ദകുമാർ, ആനി പൊറിഞ്ചു, ND പൈലോത്ത്, TS സത്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി ടി രാജശേഖരൻ പ്രസിഡന്റ്, കെ നന്ദകുമാർ സെക്രട്ടറി, TP ജോർജ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. പിന്നെ നിങ്ങളിപ്പോൾ റിട്ടയർ ചെയ്ത് ഒരു രണ്ടാമതൊരു ഘട്ടം, അതായത് അതുവരെ ഔദ്യോഗിക ജീവിതങ്ങളായിട്ട് നടന്നു. പിന്നെ അപ്പോൾ ബാക്കിയുള്ള ജീവിതം നല്ല സന്തോഷത്തിലും പലർക്കും നല്ല കൃഷിയോ അങ്ങനെ. ഇപ്പോൾ എൻ്റെ അച്ഛനുണ്ട്, അച്ഛൻ കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. ആളതിന് ശേഷമാണ് പറമ്പിൽ നിറയെ ജാതിയൊക്കെ വെച്ച്. കല്ലൂർ മാവിൻ ചുവടിൽ ആളൊഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം. സ്വകാര്യ വ്യക്തിയുടെ 3 ഏക്കറോളം വരുന്ന പറമ്പിനാണ് തീപിടിച്ചത്. ബുധനാഴ്ച 1 മണിയോടെയായിരുന്നു സംഭവം. പുതുക്കാട് നിന്നുള്ള അഗ്നിരക്ഷാസേനയും നാട്ടുകാരും 2 മണിക്കൂറോളം എടുത്താണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പറമ്പിൽ നിന്നിരുന്ന വാഴകളും മറ്റു വൃക്ഷങ്ങളും കത്തി നശിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ജനുവരി 30 മുതൽ ഫെബ്രുവരി 2 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ തിരുനാൾ ജനുവരി 30 മുതൽ ഫെബ്രുവരി 2 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 30 രാവിലെ 5:45, 7 മണി, വൈകിട്ട് 5 മണി സമയങ്ങളിൽ വിശുദ്ധ കുർബാനകൾ നടക്കും. വൈകിട്ട് 7 ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം, സൗണ്ട് ഷോ, വർണ്ണവിസ്മയം എന്നിവ ഉണ്ടായിരിക്കും. 31 രാവിലെ 5:45 വിശുദ്ധ കുർബാന, രാവിലെ 7 ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന, കൂടുതുറക്കൽ തിരുകർമ്മങ്ങൾ നടക്കും. ഫാദർ ബാബു പാണാട്ടുപറമ്പിൽ കാർമ്മികനാകും. വൈകിട്ട് 5 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ബിജോയ് പൊൻപറമ്പിൽ കാർമ്മികനാകും. തിരുനാൾ ദിനമായ ഫെബ്രുവരി 1 രാവിലെ 5:30, 7 മണി, 9 മണി സമയങ്ങളിൽ വിശുദ്ധ കുർബാനകൾ നടക്കും. രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഇലോയ് ചിറമൽ കാർമ്മികനാകും. ഫാദർ ഷിൻഡോ കുളങ്ങര തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഷൈജോ പാറമേൽ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും വർണ്ണമഴയും ഉണ്ടായിരിക്കും. ഫെബ്രുവരി 2 രാവിലെ 5:45 വിശുദ്ധ കുർബാന, രാവിലെ 7 മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന, ഒപ്പീസ്, വൈകിട്ട് 5 വിശുദ്ധ കുർബാന എന്നീ തിരുകർമ്മങ്ങൾ നടത്തും. ഫെബ്രുവരി 7 രാത്രി 7 പള്ളി അങ്കണത്തിൽ മെഗാ മ്യൂസിക് ഇവന്റും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ പോൾ തേക്കാനത്ത്, ട്രസ്റ്റിമാരായ ഡെയ്സൺ മഞ്ഞളി, KJ ജോജു, പോൾസൺ കൊടവരക്കാരൻ, ജനറൽ കൺവീനർ ഷാജു മൂലൻ എന്നിവർ പങ്കെടുത്തു. ഭവനമില്ലാത്ത ഒരു കുടുംബത്തിന് ഒരു സ്നേഹഭവനം നിർമ്മിച്ച് കൊടിയേറ്റത്തിൻ്റെ അന്ന് തന്നെ നമ്മൾ വെഞ്ചരിച്ച് താക്കോൽ കൈമാറുകയുണ്ടായി. മറ്റ് പതിവുള്ള ഉപവിപ്രവർത്തനങ്ങൾ, രോഗി ശുശ്രൂഷകൾ, അതൊക്കെ നമ്മൾ അതിൻ്റെ മുറയ്ക്ക് നടന്നു വരുന്നുണ്ട്. 3 മുറി സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിച്ചു. തിരുനാളിന്റെ ഭാഗമായി ഇടവകയിലെ വൈദികരുടെ നേതൃത്വത്തിൽ നടന്ന ദിവ്യബലിക്ക് ശേഷം ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച പ്രദക്ഷിണം ആദ്യം ഇത്തുപ്പാടത്തും തുടർന്ന് കോടാലിയിലുമെത്തി തിരികെ ദേവാലയത്തിൽ സമാപിച്ചു. വാദ്യത്തിന്റെ അകമ്പടിയോടെ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്ന പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ മുത്തുക്കുടകളുമേന്തി അണിനിരന്നു. വികാരി ഫാദർ തോമസ് വിളക്കനാൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ ചൊവ്വല്ലൂർ, ജനറൽ കൺവീനർ തോമസ് വള്ളിയാന്തരത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രദക്ഷിണത്തിന് ശേഷം ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ, വർണ്ണമഴ എന്നിവയും ഉണ്ടായി. ബുധനാഴ്ച രാവിലെ നടന്ന ദിവ്യബലിക്ക് ശേഷം വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ ദേവാലയത്തിൽ തിരികെ എടുത്തുവെക്കൽ, തിരുനാൾ കൊടിയിറക്കം എന്നിവയും ഉണ്ടായി. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസ് സഹദായുടെ തിരുനാളിന് കൊടിയേറി.
വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ കൊടിയേറ്റ് നിർവഹിച്ചു. ജനുവരി 31, ഫെബ്രുവരി 1, 2 തീയതികളിലാണ് തിരുനാൾ. പേരാമ്പ്ര സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് പ്രസുതേന്തി വാഴ്ച, വിശുദ്ധ കുർബാന, പ്രവാസി സംഗമം എന്നിവയുണ്ടായി. വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷങ്ങൾ. വാഹനാപകടങ്ങൾ, തീപിടുത്തം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങും തണലുമായി മാറിക്കൊണ്ടിരിക്കുന്ന ടീം എമർജൻസി റാപ്പിഡ് റെസ്ക്യൂ ഫോഴ്സിന്റെ ജില്ലാ കമ്മിറ്റി രൂപീകരണവും പരിശീലന ക്യാമ്പും നന്ദിപുരത്ത് നടത്തി. പഞ്ചായത്ത് അംഗം രജനി ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അഞ്ജു വിജയൻ അധ്യക്ഷയായി. സംസ്ഥാന ഭാരവാഹികളായ അഷ്റഫ്, സജു, രക്ഷാധികാരികളായ ജോഷി മുഴിയെങ്കൽ, സന്തോഷ് പൂഞ്ഞാർ, യൂസഫ് വെളിയത്ത്, സബിൻ മണിമല, ബെൻസി ബൈജു, സൗരവ് കാസർഗോഡ്, രജീഷ് നന്ദിപുലം, ദിനേശ് ആമ്പല്ലൂർ തുടങ്ങിയവർ സന്നിഹിതരായി. പരിപാടി നടത്തുവാനായിട്ട് നമുക്ക് ഇവിടെ അവസരം തന്ന രജീഷാണ് കുറച്ച് ദിവസമായിട്ട് ഇതിനു വേണ്ടി ആകാശവിസ്മയങ്ങളെ അടുത്തറിഞ്ഞ് കല്ലൂർ ആലങ്ങാട് ശങ്കര UP സ്കൂളിലെ വിദ്യാർത്ഥികൾ രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന ശാസ്ത്ര പ്രസ്ഥാനമായ ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വാന നിരീക്ഷണത്തിലാണ് കുട്ടികൾ ആകാശ കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ടത്. ക്ലാസുകളിൽ കേട്ട് പരിചയം മാത്രമുള്ള ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും 2 ടെലസ്കോപ്പുകളിലൂടെ കുട്ടികൾ കണ്ടറിഞ്ഞു. ചന്ദ്രനെയും വ്യാഴത്തെയും ശനിയെയും അവർ മനസ്സിലാക്കി. ആനന്ദ് റോയ്, സൊസൈറ്റിയുടെ തൃശൂർ പ്രസിഡന്റ് ശ്രീനിവാസൻ, രവികൃഷ്ണൻ, ധർമ്മജൻ എന്നിവർ ക്ലാസുകളെടുത്തു. പ്രധാന അധ്യാപിക ശ്രീകല, അധ്യാപകൻ സത്യനാരായണൻ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ സമ്മേളനം ഡോക്ടർ VS വിജയൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ പ്രസിഡന്റ് TM ശിഖാമണി അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി KK അനീഷ് കുമാർ, TN മുകുന്ദൻ, KR ശശികുമാർ, ED ഡേവിസ്, ജനറൽ കൺവീനർ രജീഷ് വിജയൻ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് IK മണി, ട്രഷറർ P രവീന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം MK ബാപ്പു, മേഖലാ സെക്രട്ടറി AT ജോസ് എന്നിവർ നേതൃത്വം നൽകി. ആമ്പല്ലൂർ അടിപ്പാത മേൽപ്പാലമായി തൂണുകളിൽ പണിയണമെന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. അവര് നാട്ടില് കേരളത്തില് നേതൃത്വം വന്നതിന് ശേഷം ഡയറക്ടറെ വിളിച്ച പ്രാവശ്യം എന്നെ സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവര് സിറ്റുവേഷൻ ചൂടായി. അപ്പോൾ ഞാൻ പരിഷത്തിൻ്റെ കൂടെ തുടർച്ചയായിട്ട് എല്ലാ മീറ്റിങ്ങുകളും പോയിരുന്നു. അത് അവർ റെഗുലറായിട്ട് മീറ്റിംഗ് അന്ന് അറേഞ്ച് ചെയ്യാനായിട്ട്. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ NSS ഡയറി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ NSS പ്രോഗ്രാം കോർഡിനേറ്റർ രഞ്ജിത്ത് വർഗീസ് ഡയറി പ്രകാശനം നിർവഹിച്ചു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സീന മാത്യൂസ് അധ്യക്ഷയായി. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അലൻ ലൂക്കോസ്, നവീന നന്ദൻ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ ട്രീസ പീറ്റർ, ഡോക്ടർ അലൻ ലൂക്കോസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പാലപ്പള്ളി ഓത്തനാട് ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ജനുവരി 29 ആഘോഷിക്കും. രാവിലെ 5-ന് ഗണപതി ഹോമം, 6:30-ന് ഉഷപൂജ, 8:30-ന് ശീവേലി, 9-ന് കലശാഭിഷേകം, 10-ന് ശ്രീഭൂതബലി, ഉച്ചപൂജ, ഉച്ചതിരിഞ്ഞ് 3-ന് ശീവേലി, വൈകിട്ട് 6-ന് ദീപാരാധന, പൂമൂടൽ, അത്താഴപൂജ, ഗുരുതി എന്നിവയാണ് ചടങ്ങുകൾ. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ജനുവരി 30 മുതൽ ഫെബ്രുവരി 5 വരെ തിരുവുത്സവം നടത്തും. 30-ന് രാവിലെ കലവറ നിറയ്ക്കൽ, വൈകിട്ട് ശുദ്ധികലശം, 31-ന് രാവിലെ യോഗേശ്വര പൂജ, വൈകിട്ട് കൊടിയേറ്റം, തുടർന്ന് കോൽക്കളി, നൃത്തങ്ങൾ, 1-ന് രാവിലെ ഉത്സവബലി, വൈകിട്ട് ഡാൻസ് പ്രോഗ്രാം, 2-ന് വൈകിട്ട് തായമ്പക, തിരുവാതിര കളികൾ, 3-ന് വൈകിട്ട് സംഗീതാർച്ചന, ഡാൻസ്, 4-ന് പള്ളിവേട്ട, രാവിലെ ശീവേലി, പഞ്ചാരിമേളം, വൈകിട്ട് ദീപക്കാഴ്ച, ഭക്തിഗാനമേള, പഞ്ചവാദ്യം, 5-ന് മഹാമുനിമംഗലം ക്ഷേത്രക്കടവിൽ ആറാട്ട്, കൊടിയിറക്കം, കൊടിക്കൽപ്പറ, പ്രസാദൂട്ട് എന്നീ ചടങ്ങുകൾ നടക്കും. കൊടകര സ്വദേശി ആദിത്യനാരായണന്റെ ഹ്രസ്വചിത്രം പേപ്പർ വിങ്സ് മുംബൈ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തെരഞ്ഞെടുത്തു.
മുംബൈ IITയുടെ IDC സ്കൂൾ ഓഫ് ഡിസൈനിൽ ഈ മാസം 30 മുതൽ ഫെബ്രുവരി 1 വരെ നടക്കുന്ന ഫസ്റ്റ് ഫിലിം ഫെസ്റ്റിവലിൽ അനിമേഷൻ ചിത്രങ്ങളുടെ മത്സര വിഭാഗത്തിൽ ഫൈനലിലേക്ക് കോട്ടയം KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിലെ വിദ്യാർത്ഥിയായ കൊടകര സ്വദേശി ആദിത്യ നാരായണന്റെ ഹ്രസ്വചിത്രം തെരഞ്ഞെടുക്കപ്പെട്ടു. പേപ്പർ വിങ്സ് എന്ന ആനിമേഷൻ ചിത്രമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട്സ് 3ാം വർഷ വിദ്യാർത്ഥിയായ ആദിത്യ നാരായണൻ ജാപ്പനീസ് ഭാഷയിലാണ് ഹ്രസ്വചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. റൊമേനിയയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥി അനിമേഷൻ ഫിലിം ഫെസ്റ്റിവലിൽ പേപ്പർ വിങ്സ് പ്രദർശിപ്പിച്ചിരുന്നു. കൊടകര മരത്തോമ്പിള്ളിക്കര വടക്കേടത്ത് രാജീവ് രാഗി ദമ്പതികളുടെ മകനാണ് ആദിത്യ നാരായണൻ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃക്കൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം ശനിയാഴ്ച രാവിലെ 9:30 കല്ലൂർ VLP സ്കൂളിൽ നടക്കും. രാവിലെ 9:30 നടക്കുന്ന സമ്മേളനം തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും. KSSPU തൃക്കൂർ യൂണിറ്റ് പ്രസിഡന്റ് KK ഭാരതി അധ്യക്ഷത വഹിക്കും. കാലാവസ്ഥ. കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ ചൂട് 23 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. കുന്നംകുളം കുടുംബ കോടതി കേസുകളിൽ കൌൺസിലിംഗ് നടത്തുന്നതിന് ദിവസവേതനാടിസ്ഥാനത്തിൽ അഡീഷണൽ ഫാമിലി കൌൺസിലർമാരുടെ പാനലിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദമല്ലെങ്കിൽ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം, ഫാമിലി കൌൺസിലിംഗിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമാണ് യോഗ്യത. അപേക്ഷകർ ബയോഡാറ്റ സഹിതം ജഡ്ജ്, ഫാമിലി കോടതി, കുന്നംകുളം 680503 എന്ന വിലാസത്തിൽ ഫെബ്രുവരി 21 മുൻപായി അപേക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0488529839. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 15,140 രൂപ, പവന് 1,21,120 രൂപ. കല്ലൂർ പനോക്കാരൻ ജോയ് അന്തരിച്ചു. 60 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജോളിയാണ് ഭാര്യ. ജിജോ, ജിയോർ എന്നിവർ മക്കളാണ്. വെണ്ടൂർ ഊട്ടോളി പരേതനായ ഗോവിന്ദൻ ഭാര്യ കൊച്ചുപെണ്ണ് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 സ്വവസതിയിൽ. ഓമന, ഡോക്ടർ സുന്ദരൻ, ലളിത, ഗിരിജ, ശൈലജ, രത്നകുമാരി, രാജീവ്, സജീവ് എന്നിവർ മക്കളും. ശേഖരൻ, ജയ, നന്ദകുമാർ, സുകുമാരൻ, സുരേന്ദ്രൻ, രാഘവൻ, വിഷ്ണു, പ്രസീത എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര നെടുമ്പാൾ പള്ളം അയ്യപ്പത്ത് ഗംഗാധരൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൗസല്യാണ് ഭാര്യ. സിന്ധു, പ്രവീൺ എന്നിവർ മക്കളും. പ്രേംലാൽ, ദിവ്യ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാവനാട് ശുദ്ധജല പദ്ധതിയുടെ പ്രവർത്തനം സ്തംഭിച്ചു. കൊടകര, മറ്റത്തൂർ പഞ്ചായത്തുകളിലെ ജനങ്ങൾ ദുരിതത്തിൽ. ചിമ്മിനി ഡാം താഴ്ഭാഗത്ത് തകർന്ന സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കാത്തത് അപകട ഭീഷണിയാകുന്നതായി പരാതി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വരന്തരപ്പള്ളി യൂണിറ്റ് സമ്മേളനം നടത്തി. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ജനുവരി 30 മുതൽ ഫെബ്രുവരി 2 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.